നമസ്കാരം, ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANTUC. കാലവർഷം തുടങ്ങി, പേമാരിയും കാറ്റും ആഞ്ഞു വീശി തുടങ്ങി. KSEB ജീവനക്കാർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. രാവും പകലും മഴയത്തും യാതൊരു വിശ്രമവുമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർ. ആ ജീവനക്കാർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള ചില ആനുകൂല്യങ്ങൾ അത് അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമുമായി ബന്ധപ്പെട്ട SBIയുമായി ബന്ധപ്പെട്ട ഒരു സാലറി പാക്കേജ് എഗ്രിമെന്റിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എങ്കിലും അതിനു മുമ്പ് ഈ KSEBയിലെ ജീവനക്കാരുടെ ഇപ്പോഴത്തെ ദുരിതങ്ങളെ സംബന്ധിച്ച് ഒരു നിമിഷം പങ്കുവയ്ക്കുന്നു. KSEBയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത്, അതായത് മെയ് 31 ആവുമ്പോൾ ആകെ ജീവനക്കാരുടെ എണ്ണം ഏതാണ്ട് 25,513 ആവും. അനുവദനീയ എണ്ണം, സാങ്ഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 35,936 എന്ന് പറഞ്ഞാൽ 10,000 ജീവനക്കാരുടെ കുറവാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. എല്ലാ മേഖലയിലും വെട്ടിക്കുറയ്ക്കുന്ന റെഗുലേറ്ററി കമ്മീഷൻ പോലും 30,321 പറയുമ്പോഴാണ് ആകെ ജീവനക്കാരുടെ എണ്ണം 25,000 എത്തി നിൽക്കുന്നത്. അതിൽ ഓഫീസേഴ്സ് 4,000 പോയപ്പോയിട്ട് ബാക്കി 21,000 ജീവനക്കാരാണ് മഴയത്തും വെയിലത്തും നടന്ന് ഈ സപ്ലൈ ഇന്ററപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഉപഭോക്തൃ സേവനം നടത്തേണ്ടുന്നത്. സേവനം നടത്തുന്നതിനോടൊപ്പം തന്നെ അവർ എഫിഷ്യൻസി ഉണ്ടാക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റ് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾക്കും ഉത്തരം പറയേണ്ടുന്നതും ജീവനക്കാരാണ്. ജീവനക്കാരുടെ മേലെ എല്ലാം തലയിൽ കെട്ടിവെക്കുവാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. ഈ സ്ഥാപനത്തിലെ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് നിരവധിയാണ്. അത് ഇപ്പൊ ലൈൻമാൻമാരുടെ എണ്ണം വളരെ കുറവാണ്. 5,000-ൽ പരം ലൈൻമാന്റെ ഒഴിവുകൾ കിടക്കുകയാണ്. CA റെഗുലേഷൻ അനുസരിച്ചുള്ള PSSC ട്രെയിനിങ് പൂർത്തിയായി. അപ്പൊ ഇന്നലെ പ്രൊമോഷന്റെ ഫയലിൽ ചെയർമാൻ ഒപ്പുവെച്ചു എന്നാണ് കേൾക്കുന്നത്. ഒപ്പുവെച്ചാൽ 7ാം നിലയിൽ നിന്ന് ഒപ്പുവെച്ച ഫയൽ താഴെ വരുന്നതിന് അധികം താമസമൊന്നും വരില്ല. ഒരു ഗ്രഡേഷൻ ലിസ്റ്റ് തയ്യാറാക്കിയ പ്രൊമോഷൻ ഇറക്കാൻ 2 ദിവസം മാത്രം മതി. അപ്പോൾ വർക്കേഴ്സിന് പ്രൊമോഷൻ ലൈൻമാനായിട്ട് കൊടുത്താൽ വർക്കർമാരെ എംപ്ലോയ്മെന്റിൽ നിന്ന് എടുക്കുകയോ മറ്റു രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം 8/6/2023 വരെയുള്ള നിലവിലുള്ള ജീവനക്കാരെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈൻമാന്റെ പോസ്റ്റിലേക്ക് പുറമേ നിന്നൊന്നും ആളെ എടുക്കാൻ പറ്റില്ല. CA റെഗുലേഷൻ പ്രകാരം അല്ലാത്തവരെ കൊണ്ട് ജോലി ചെയ്യിച്ചാൽ അപകടം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടുന്നത് സൂപ്പർവൈസ് ചെയ്യുന്ന ജീവനക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിലവിലുള്ള വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുത്ത സ്ഥിതിക്ക് ഞാനൊരു വിവരാവകാശം ചോദിച്ചപ്പോൾ ബോർഡ് പറഞ്ഞത് അവർ CA റെഗുലേഷൻ അനുസരിച്ച് ക്വാളിഫൈഡ് അല്ലാതിരുന്നതുകൊണ്ടാണ് പ്രൊമോഷൻ കൊടുക്കാതിരുന്നതാണ്. ഇപ്പോൾ CA റെഗുലേഷൻ അനുസരിച്ച് എല്ലാവരും ക്വാളിഫൈഡ് ആയി ട്രെയിനിങ് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടി. അതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കണം. ഇനി ഞാൻ അടുത്ത പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത്, KSEBയുടെ വരുമാനം ഏതാണ്ട് 1,500 കോടി അടുത്തുള്ള വരുമാനവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ 2015-ൽ അതുപോലെ തന്നെ ജീവനക്കാരുടെ ശമ്പളവും KSEB സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. 2015-ൽ KSEBയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ആണ് അവരുമായിട്ട് ഒരു സാലറി പാക്കേജ്, കോർപ്പറേറ്റ് സാലറി പാക്കേജ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അന്ന് ആ കോർപ്പറേറ്റ് സാലറി പാക്കേജ് എഗ്രിമെന്റ് ഒപ്പുവെച്ചു. നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടും ബോർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ജീവനക്കാർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നുകൊണ്ടും പല ആനുകൂല്യങ്ങളും കിട്ടാതിരുന്നവരുണ്ട്. ഓടി ഉൾപ്പെടെയുള്ള ഫെസിലിറ്റികൾ അതിനുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ കരാറിനകത്ത് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ്, അതായത് ഒരാൾ ആക്സിഡന്റലായിട്ട് മരിക്കുകയാണെങ്കിൽ അവർ കിട്ടുന്ന ആനുകൂല്യം അത് ഇൻഷുറൻസ് നൽകാം. പക്ഷെ ചെറിയൊരു തുക ജീവനക്കാരൻ നൽകണമെന്ന് അവർ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ സംഘടന അതിനെതിരെ കത്ത് കൊടുക്കുകയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായിട്ട് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് KSEB കരാറിൽ ഏർപ്പെട്ടു. വീണ്ടും കോർപ്പറേറ്റ് സാലറി പാക്കേജ് എഗ്രിമെന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാറി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു. അവരുമായിട്ട് കരാർ വെക്കുന്നു. അത് 13/3/2017 കരാറിൽ 4 ലക്ഷം രൂപ ആക്സിഡന്റ് ഉണ്ടാവുന്നവർക്ക് കൊടുക്കും. അത് SBIയുടെ കോസ്റ്റിൽ കൊടുക്കുന്നതാണ്. നമുക്ക് സൗകര്യം ഫ്രീ ആയിട്ട് കിട്ടേണ്ടതാണ്. പക്ഷെ നമുക്കത് അറിയത്തില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ ഒരു 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കത് കിട്ടുമോ? ഇല്ല. അതുപോലെ ഈ കഴിഞ്ഞ 17-ന് ശേഷം ഇതുവരെ മരിച്ചിട്ടുള്ള ജീവനക്കാർക്ക്, ഡ്യൂട്ടി ആക്സിഡന്റ് അല്ലെങ്കിൽ അല്ലാത്ത ആക്സിഡന്റുള്ള മരിച്ചിട്ടുള്ള ജീവനക്കാർക്ക് എത്ര പേർക്ക് ഈ തുക 4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെ 17-ൽ ആ എഗ്രിമെന്റ് റിലീസ് ചെയ്തിറങ്ങി.
പിന്നീട് ഞാൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ SBIയുടെ കോർപ്പറേറ്റ് സാലറി പാക്കേജ് എഗ്രിമെന്റ് ഒരു ബ്രോഷർ കാണാനിടയായി. അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ KICB അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ് പട്ടം ബ്രാഞ്ച് ചെയ്തപ്പോൾ അവിടുന്ന് അതിന് ബ്രോഷർ കിട്ടി. ആ ബ്രോഷർ പ്രകാരം ജീവനക്കാരുടെ സാലറി അനുസരിച്ച് 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മാക്സിമം 40 ലക്ഷം വരെ ആക്സിഡന്റ് ഡെത്ത് ഇൻഷുറൻസ് കിട്ടും. അപ്പൊ അത് ഓരോരുത്തരുടെ സാലറി അനുസരിച്ചാണ്. ആ ബ്രോഷറൊക്കെ ഞാനിത് അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലയളവിലൊക്കെ ആരൊക്കെ ജീവനക്കാരൻ ഡ്യൂട്ടിക്കിടയിൽ മരിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇത് ക്ലെയിം ചെയ്യണം. ഡെത്ത് സർട്ടിഫിക്കറ്റും ഓവർ സർട്ടിഫിക്കറ്റും ലീഗൽ കെയർ ഒക്കെ കൊടുത്ത് അവരുടെ ബന്ധുക്കൾക്ക് പണം ക്ലെയിം ചെയ്യാം. ഡ്യൂട്ടി ആക്സിഡന്റ് എന്നല്ല, ഏത് ആക്സിഡന്റ് ആണെങ്കിലും അവർക്ക് പണം കിട്ടേണ്ടതാണ്. അപ്പൊ ജീവനക്കാരെ പലവട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സാലറി വെച്ച്. അത് പാടില്ല എന്ന് ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നതാണ്. ജീവനക്കാരെല്ലാം ജീവനക്കാരാണ്. ആക്സിഡന്റ് ഉണ്ടായാൽ മരിക്കുന്നവരെല്ലാവരും മരണപ്പെടുന്നതാണ്. അതുകൊണ്ട് അത് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പം 40 ലക്ഷത്തിൽ നിൽക്കുകയാണ് മാക്സിമം, ഏറ്റവും കൂടുതലുള്ളവർക്ക്. അപ്പോൾ ആ സാലറി പാക്കേജ് എഗ്രിമെന്റ് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. KSRTC ജീവനക്കാർക്ക് ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം 1 കോടി രൂപ നൽകാൻ പോകുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളായ KSRTC ജീവനക്കാർക്ക് അത് ലഭിക്കുന്നതുകൊണ്ട്, ഞങ്ങൾക്ക് ആ അറിവ് കിട്ടിയതുകൊണ്ട് നമുക്കും ഇത് ഏറ്റെടുക്കണം, നമുക്കും ഇത് കിട്ടണം. അവർക്ക് ലഭിച്ചതുകൊണ്ടും അവരത് ടേക്കപ്പ് ചെയ്തുകൊണ്ടുമാണ് നമുക്കിതിനെ കുറിച്ച് ഒരു ധാരണ വന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കും അത് തരാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു. നമ്മളിപ്പോൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവരതിപ്പോൾ ബോർഡുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ബോർഡ് മാനേജ്മെന്റിന് അവർ കത്ത് കൊടുത്തു. അവർ തയ്യാറാണെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ആവശ്യപ്പെടുന്നത് KSRTCയുടെ വരുമാനം 200 കോടിയാ ഒരു മാസമെങ്കിൽ അവർക്ക് പോലും 1 കോടി രൂപ കൊടുക്കുന്നെങ്കിൽ ഇവിടെ 1500 കോടി രൂപ വരുമാനമുള്ള KICBയുടെ ഫണ്ട് മുഴുവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. ജീവനക്കാരുടെ സാലറി മുഴുവൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പൊ ആ സ്ഥിതിക്ക് KICBയിലെ ജീവനക്കാർക്ക് ഒരു 2 കോടി മിനിമം കിട്ടണം. 2 അല്ല ഞാൻ പറഞ്ഞത്, മിനിമം 2 കോടിയെങ്കിലും പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീമിലൂടെ പെടുത്തണം. അതിനുള്ള തീരുമാനം കോർപ്പറേറ്റ് സാലറി പാക്കേജ് എഗ്രിമെന്റ് KICB മാനേജ്മെന്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചർച്ച ചെയ്ത്, അതുപോലെ തന്നെ പാക്കേജ് എഗ്രിമെന്റിൽ അപാകതകൾ, നേരത്തെയുള്ള പാക്കേജ് എഗ്രിമെന്റിലുള്ള അപാകതകളൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു കരാർ ഒപ്പുവെക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് ചെയർമാനും CPOയ്ക്കൊക്കെ ഞങ്ങൾ കത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഈ സാലറി പാക്കേജ് എഗ്രിമെന്റ് ഇപ്പോൾ വെക്കുമ്പോൾ 2 കോടി അല്ലെ 1 കോടി, 1 കോടി ലെവലിൽ KSRTC കൊടുക്കുന്നു. നമുക്ക് 2 കോടി ആവശ്യപ്പെടുന്നു. ഇതിനോടൊപ്പം തന്നെ നാളിതുവരെയും സാലറി പാക്കേജ് എഗ്രിമെന്റ് അനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവനക്കാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 4 ലക്ഷം, 17 ശേഷമുള്ള 4 ലക്ഷം, അതിനുശേഷമുള്ള ഈ ബ്രോഷർ പ്രകാരം നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളവർക്ക് 40 ലക്ഷം. അതിന്റെ ഒരു കണക്കുണ്ട്, ആ ലിസ്റ്റ് ഞാനിവിടെ പബ്ലിഷ് ചെയ്യും. ചിലർക്കൊക്കെ 20 ലക്ഷം, 10 ലക്ഷം വരെ കിട്ടും. അപ്പൊ നമുക്ക് പരിചയമുള്ള ആരുമായിക്കോട്ടെ, ഏത് യൂണിയനിൽപ്പെട്ടവരുമായിക്കോട്ടെ, ജീവനക്കാരനല്ല തൊഴിലാളിയല്ല തൊഴിലാളി തന്നെ, നമുക്ക് പരിചയമുള്ളവർ ആരൊക്കെയാണോ മരിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി, 2017 ശേഷം മരിച്ചിട്ടുള്ള, ഡ്യൂട്ടിക്കിടയിൽ മരിച്ചിട്ടുള്ളവരും അല്ലാതെ ആക്സിഡന്റ് വന്ന് മരണപ്പെട്ടവരുമായിട്ടുള്ളവരുടെ ബന്ധുക്കളെ നമ്മൾ ഈ വിവരങ്ങൾ അറിയിക്കണം. അവർക്ക് അർഹതപ്പെട്ട, ഇത് ആരുടെ ഔദാര്യമൊന്നും അല്ല, നിയമപ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, സാലറി പാക്കേജ് എഗ്രിമെന്റിലൂടെ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. നമുക്ക് അർഹതപ്പെട്ടത് നമ്മൾ വേണ്ടുന്ന രേഖകൾ സമർപ്പിച്ച് എല്ലാവരും വാങ്ങണം. അതെല്ലാവരും നമ്മൾ അറിയിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.